നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഇത് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യുള്ളൂ. നമ്മുടെ വാഹനത്തിൻ്റെ RC ബുക്ക് കളഞ്ഞു പോയി കഴിഞ്ഞാൽ 1,00,000 രൂപ പറ്റിയുണ്ട്, നിങ്ങൾക്കറിയാമോ? സ്കിപ്പ് ചെയ്യല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് കേസാണ്. നമ്മൾ RC ബുക്ക് മിസ്സായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങൾ. ഒരു കാരണവശാലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. മാക്സിമം കണ്ടാൽ മാത്രം പോരാ, ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കും ഇനി ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റല്. നമ്മൾ ഹാർട്ട് സൂക്ഷിക്കും പോലെ നമ്മളെ RC ബുക്കും സൂക്ഷിക്കണം. അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് വാഹനം എടുക്കുമ്പോൾ RC ബുക്ക് എന്നുള്ള സംഭവം കിട്ടും. RC ബുക്ക്, ഇൻഷുറൻസ്, ലൈസൻസ്. നമുക്ക് RC ബുക്ക് മിസ്സായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങൾ, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഹോണ്ടയിലോ മാരുതിയിലോ എന്നാണെന്ന് തോന്നുന്നു. അതായത് വാല്യൂ പ്രൂഫാണ് RC ബുക്ക്. ഈ RC ബുക്ക് മിസ്സായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊസീജിയറാണെന്ന് അറിയാമോ? ഇപ്പോൾ സംഭവം, നമ്മൾ RC ബുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ വാഹനത്തിന് ക്ലെയിം പറ്റിക്കഴിഞ്ഞാൽ ഡീലർഷിപ്പിൽ കൊണ്ടുപോയി ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ RC ബുക്കും ഇൻഷുറൻസ് ലൈസൻസൊക്കെ ഒറിജിനൽ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അവരെന്ന് പ്രൂഫ്, സൈൻ, സീല് മസ്റ്റായിട്ട് വാങ്ങിച്ചോണം. പിന്നെ സർവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടുത്ത ദിവസം തന്നെ പോയി നിങ്ങൾ RC ബുക്ക് വാങ്ങിച്ചിട്ട് ലോക്കറിൽ കൊണ്ടുവയ്ക്കുക. നമ്മൾ സ്വർണ്ണമൊക്കെ വയ്ക്കില്ലേ, സ്വർണ്ണം പോയാലും വാങ്ങിക്കാം, ലൈസൻസ് പോയാലും ഇൻഷുറൻസ്, ഇതെല്ലാത്തിൻ്റെ PDF മതി. ലൈസൻസ് പോയി കഴിഞ്ഞാലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. പക്ഷേ RC ബുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ പത്രത്തിൽ കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ പ്രൊസീജിയർ, പത്രത്തിൽ ആട് വെട്ടിയിട്ട്, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, പക്ഷേ അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരുണ്ട്. RC ബുക്കൊക്കെ അലക്ഷ്യമായിട്ടിട്ടുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. അതും കഴിഞ്ഞ് ആ പേപ്പറും കൊണ്ട് RTO പോയിട്ട് ഫീസ് അടയ്ക്കണം. ഇതൊക്കെ ഉടനെ പറ്റില്ല, മാസങ്ങളാണ് എടുക്കുന്നത്. സമയനഷ്ടം, പണനഷ്ടം, മൊത്തം പ്രശ്നമാണ്. പിന്നെ അവിടെ ഫീസ് അടച്ചിട്ട് പിന്നെ നമ്മൾ RC ഓണർ ആരാണോ അവർ കാറും കൊണ്ട് RTOയിൽ പോയിട്ട് അവർക്ക് ഇൻസ്പെക്ഷൻ കാര്യങ്ങളും ചെയ്ത് RC ബുക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോഴും കിട്ടില്ല, വീണ്ടും മാസങ്ങളെടുക്കും. എനിക്ക് തോന്നുന്നത് ഏജൻറ്റ് അല്ല 6,000-7,000 മിനിമം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളെ ശരീരത്തിൽ ഹാർട്ട് എങ്ങനെ സുരക്ഷിതമായിരിക്കുന്നോ അതേപോലെ RC ബുക്ക് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ലൈസൻസോ ഇൻഷുറൻസോ പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ല, നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇൻഷുറൻസിൻ്റെ PDF കോപ്പി മതി, പ്രിൻ്റ് എടുക്കാം. RC ബുക്കും മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. മുമ്പ് കാലങ്ങളിൽ ഈ RC ബുക്ക് വെച്ചിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ടീമുകളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല. എങ്കിൽ പോലും ഒറിജിനൽ കാറിൽ സൂക്ഷിക്കരുത്, ഫോട്ടോ എടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ PDF കാര്യങ്ങൾ അല്ലെങ്കിൽ കോപ്പി എടുത്തിട്ട് ഗസറ്റ് ഓഫീസറിലെ സൈനോ കാര്യങ്ങളോ വെച്ചിട്ട് അത് വാലിഡ് പ്രൂഫാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഫോട്ടോ മാത്രം കാണിച്ചാൽ മതിയാവും. മനസ്സിലാവുന്നുണ്ടോ? മെയിനായിട്ട് RC ബുക്ക് നിങ്ങൾ സേഫ്റ്റി ആയിട്ട് വെച്ചേക്കുക. പെറ്റിങ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഒറിജിനൽ നിർബന്ധമുള്ള, ഇപ്പം പോലീസ് ചെക്കിങ്ങും വീഡിയോ ചെക്കിങ്ങും ഇപ്പം ഒറിജിനൽ നിർബന്ധമല്ല എന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പെട്ടുപോയി, ഒരു RC ബുക്ക് മിസ്സിങ്. ഞാൻ പിന്നെ ഇതെല്ലാം ചെയ്തു RC ബുക്ക് എടുത്തു. പിന്നെ ആ മേശയുടെ ഇടയിൽ ഈ RC ബുക്ക് ഇരിക്കുന്നു. നമുക്ക് തന്ന പാഠമാണ്, അനുഭവമാണ്. നമ്മൾ നിസ്സാരമായ കാര്യം എന്നാൽ ഇതൊന്നും സിമ്പിളല്ല, പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇത്രയും ഞാൻ ബുദ്ധിമുട്ട് RC ബുക്ക് വാങ്ങിച്ചിട്ട് അന്ന് ഞാൻ ആ മേശ ഒതുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഈ RC ബുക്ക് ഇരിക്കുന്നു. നമുക്ക് ഓരോ അനുഭവങ്ങളാണല്ലോ പാഠങ്ങൾ. അപ്പോൾ RC ബുക്ക് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ RC ബുക്ക് കൊടുക്കുന്നവരെ നിന്ന് സൈൻ ചെയ്ത് വാങ്ങുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പോൾ RC ബുക്ക് മിസ്സായി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ളൊരു പ്രശ്നം വന്നു, പേടിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടക്കാൻ ക്യാഷില്ല. അക്ഷയയിലോ ജനസേവന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ RTOയിലോ പോയി 100-150 ഫീസ് അടച്ചു കഴിഞ്ഞാൽ RT പർട്ടിക്കുലർ എന്നുള്ള സംഭവം ഉണ്ടാകും. അത് RC ഓണർ തന്നെ പോകണം. RC ഓണർ പോകുമ്പോൾ എന്ന് വെച്ചാൽ അവരെ രജിസ്റ്റേർഡ് മൊബൈലിൽ OTP സംഭവം വരും. ഈ OTP അടിക്കുമ്പോൾ മാത്രമേ ഈ പ്രിൻറ്റ് വരത്തുള്ളൂ. അത് വാലിഡ് പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾ RC ബുക്ക് മിസ്സായി ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വിഷമിക്കേണ്ട. ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ എടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാലിഡ് പ്രൂഫ് തന്നെയാണ്. ഓക്കെ,
പിന്നെ നിങ്ങൾക്ക് ക്ലെയിമിനെ കുറിച്ചോ ഇങ്ങനത്തെ എന്തെങ്കിലും വാഹന സംബന്ധമായ എന്ത് പ്രശ്നങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. 24 hours ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ. പലർക്കും നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നു, ഓട്ടിക്കുന്നു, സ്റ്റിയറിംഗ് പിടിക്കുന്നു, അത് മാത്രമേ അറിയുള്ളൂ. വാഹനത്തെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇൻഷുറൻസ് എടുക്കുമ്പം 4 വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ. ശ്രദ്ധിക്കുക, 1 വർഷമാണ് വാഹനത്തിൻ്റെ ഓഡി പ്രീമിയം, ഓൺ ഡാമേജ് പ്രീമിയം കിട്ടുന്നത്. ബാക്കി 3 വർഷം തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി വെച്ചിട്ട് നമുക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാം. 1 വർഷം വരെ മാത്രമേ വാഹനത്തിന് കിട്ടത്തുള്ളൂ. പിന്നെ ചില വർഷങ്ങളിൽ 3-4 വർഷം കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെ കൊടുക്കുന്നില്ല. ശ്രദ്ധിച്ചോണേ, 1 വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ പീരീഡ് ഓഫ് ഇൻഷുറൻസ്, തേർഡ് പാർട്ടി കവറേജ് എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടാവും. അത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നിങ്ങളുടെ മനസ്സിൽ വച്ചേക്കുക, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതിനെക്കാട്ടിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം ചിന്തിക്കുക. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുമ്പോൾ സബ്സ്ക്രൈബറും ഷെയറും കുറവാണ്. ഒരുവിധ സ്പെഷ്യൽ മാക്സിമം വീഡിയോ എല്ലായിടത്തും പ്രൊമോട്ടാവും. താങ്ക് യു.